ഇതുണ്ട് നമ്മുടെ വീട്ടിലെ സീഡ് ഫ്രീ പ്ലാവ്. ഇത് ഏകദേശം ഒരു 5 വർഷമൊക്കെ മുമ്പ് ഒരു കൊറോണ സമയത്താണ് നമ്മളിത് വാങ്ങിച്ചത്. അതിന് ഇപ്പോഴുണ്ട് നമുക്ക് ആദ്യമായിട്ട് ചക്ക ഉണ്ടായി കിട്ടുന്നത്. അപ്പം ഞങ്ങളതിൻ്റെ താഴെയുള്ളൊരു ചക്കയൊക്കെ തട്ടി നോക്കി, അത് അത്ര മൂത്തിട്ടില്ലാന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ മേലെയുള്ളൊരു ചക്ക ഇട്ട് വയ്ക്കുകയാണ് ചെയ്തത്. ഈ ചക്ക ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പഴുത്തത്. ഇത് പഴുത്തു എന്ന് അറിയാനായിട്ട് ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞെക്കി നോക്കുമ്പോൾ ഞങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാട്ടോ നമ്മളിത് പഴുത്തത് മനസ്സിലാക്കിയത്. സാധാരണ ചക്കയൊക്കെ പഴുത്തോന്ന് അതിൻ്റെ സ്മെല്ല് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ ഈ ചക്കേനെ പറ്റിയുള്ള നമ്മൾ റിവ്യൂ ഒക്കെ കാണുന്ന സമയത്ത് ഇതിന് സീഡില്ല, ചകിണിയില്ല, അരക്കില്ല എന്നാണ് ഈ ചക്കേനെ പറ്റി പറയാറുള്ളത്. പക്ഷെ നമ്മൾ ഇത് കട്ട് ചെയ്ത സമയത്ത് ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചകിണിയും അതുപോലെ തന്നെ അരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പൈനാപ്പിൾ പോലെ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാമെന്നൊക്കെയാണ് ഞാനിത് മുമ്പ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ ചകിണിയും അതുപോലെ തന്നെ അരക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു പൈനാപ്പിൾ പോലെ കട്ട് ചെയ്ത് ടേബിൾ ഫ്രൂട്ടായിട്ട് കഴിക്കാനായിട്ട് ഈ ചക്ക സാധിക്കില്ല. പിന്നെ ഈ ചക്കയുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയത് ഈ ചക്ക കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മധുരമുള്ള ചക്കയാണ്, പിന്നെ നല്ല ക്രിസ്പുമായിട്ടുള്ള ചക്കയാണ്. അത് കാരണം തന്നെ കഴിക്കാനായിട്ട് നല്ല ചക്കയാണ്. ഇതുണ്ട് ഇതിൻ്റെ സീഡ് വളരെ ചെറിയൊരു സീഡാണ്. അത് എല്ലാ ചുളകളിലും ഇതുപോലെ ചെറിയൊരു സീഡ് ഉണ്ട് കേട്ടോ. ഫുള്ളായിട്ട് സീഡ് ഫ്രീ അല്ല, സീഡ്ലെസ് ആണ്. ചെറിയൊരു സീഡ് ഉണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ.